ഹലോ ഗായ്സ്, ഹാപ്പി ഈവനിങ്. എല്ലാവർക്കും സുഖമാണോ? ഒരു എനർജി ഇല്ല, ഞാൻ താഴോട്ട് വരാം നിങ്ങളുടെ അടുത്തേക്ക്. ഏതായാലും നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രക്ഷോഭന എല്ലാവർക്കും അറിയാലോ അല്ലേ? പ്രക്ഷോഭനോട് സംസാരിച്ചത് നിങ്ങളെല്ലാവരും റിസോർട്ടിലേക്ക് വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന്. പക്ഷെ എല്ലാവരും ഭയങ്കര തിരക്കാരാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം കിട്ടിയിട്ടില്ല. ഏതായാലും ഇങ്ങനെ എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. മൈജിയുടെ വളർച്ചയിൽ വലിയ ഒരു പങ്ക് വഹിച്ച ആൾക്കാരാണ് എൻ്റെ മുമ്പിലുള്ളത്. അപ്പം അതിനൊരു വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മൈജിക്ക് വേറെ പാർട്ട്നേഴ്സോ ഇൻവെസ്റ്റേഴ്സോ ഇല്ല, നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ ഒരു പാർട്ട്നേഴ്സാണ്. കാരണം മൈജിയുടെ ഗ്രോത്തിൽ നിങ്ങളെല്ലാം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നല്ല വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഞങ്ങൾ രാവിലെ ഇന്ന് ഓഫീസ് മീഡിയയുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ടോയും മഞ്ജുവൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നല്ല വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. മൈജി വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ മൈജിയുടെ ബർത്ത്ഡേ ആണ്. 20ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. 2006 ഈ സ്ഥാപനം തുടങ്ങിയത്. വളരെ 250 സ്ക്വയർ ഫീറ്റിലായിരുന്നു ഞാൻ തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു പാർട്ട്ണറോ ഇൻവെസ്റ്ററോ ഒന്നുമില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന ജീവനക്കാരും എൻ്റെ കസ്റ്റമേഴ്സും നിങ്ങൾ എല്ലാവരും തന്നെയാണ് എൻ്റെ പാർട്ട്ണർ. നിങ്ങളാണ് ഈ ബ്രാൻഡിനെ വലുതാക്കിയത്. അതിനൊരിക്കൽ കൂടി ഞാൻ നന്ദി പറയാം. ഈ വർഷം 32-ലധികം ഷോറൂമുകൾ കേരളത്തിൽ മാത്രം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മാസവും ഇനോഗ്രേഷൻ നടന്നു പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ടാവും. 4000-ലധികം ജോലിക്കാർ എൻ്റെ പാർട്ട്നേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓണത്തിന് മുമ്പായിട്ട് ഈ മാസം 11ഓളം ഷോറൂം ഉദ്ഘാടനം ബിഫോർ ഉണ്ട്. അപ്പൊ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്ന നിലയിൽ വീണ്ടും ഞാൻ എൻ്റെ നന്ദിയുള്ളിൽ നിന്ന് അറിയിക്കാം. മൈജി ഓണം മാസോണം സീസൺ 3 പരസ്യമൊക്കെ എല്ലാവരും കണ്ടോ? ഞാനൊരു ഒഫീഷ്യലി അവിടെ നിന്ന് സംസാരിക്കണ നിങ്ങളിലേക്ക് അറിയിച്ചില്ല. നിങ്ങളിങ്ങനെ ലൈവായിട്ട് അറിയിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പൊ അതാണ് ഞാൻ ഈ രീതിയിലേക്ക് സംസാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? ആയിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ മൈജി ഓണം മാസോണം സീസൺ 3 ആണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളും മൈജിയുടെ കസ്റ്റമേഴ്സൊക്കെ വളരെയധികം നല്ല രീതിയിലാണ് ഇത് സ്വീകരിച്ചത്. നിങ്ങൾക്കറിയാം, ഒരുപാട് ഗിഫ്റ്റുകൾ, ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന കമ്പനിയാണ് മൈജി. അപ്പൊ പറഞ്ഞ സമയത്ത് പറഞ്ഞ ഗിഫ്റ്റുകൾ യഥാക്രമങ്ങളിൽ നിങ്ങളെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുക്കുന്ന കമ്പനികളാണ്. എല്ലാം നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. ലൈവായിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ ഓണത്തിനും ഇതുവരെ കേരളത്തിൽ കൊടുക്കാത്ത അത്രയും വലിയ ഓഫേഴ്സ് ആണ് മൈജി കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം മൈജിക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഈ വർഷം മാത്രം ഞങ്ങൾ 5000 കോടിയുടെ ഓണത്തിന് മാത്രം 1600 കോടി. ഇത് നമ്മളീ പറയുന്ന എല്ലാ വർഷവും ഞാൻ ഏപ്രിൽ കൊടുക്കാറുണ്ട്. എന്താണോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പറയുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ വർഷം എല്ലാ വർഷവും ഞാൻ നേരത്തെ തന്നെ ഒരു പ്രശ്നം കൊടുക്കും. എന്താണ് ഞാൻ ഈ വർഷം ചെയ്യാൻ പോകുന്നത്, എത്ര ഷോറൂം കൊടുക്കാൻ പോകുന്നത്, എത്ര ഡെലിവറാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിന്റെ ഒരു വളരെ വേണ്ടതിലേക്കാണ്. അതെല്ലാം നമ്മുടെ വലിയ സപ്പോർട്ട് അതിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഈ വർഷം എനിക്ക് തോന്നുന്നത് ഒരു 2-3 പേർക്ക് ഡയറക്റ്റ് ആയിട്ടും അതോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് ജോലി കിട്ടാനുള്ള സാധ്യത മൈജിക്ക് ഉണ്ടാകുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ പ്രാർത്ഥിച്ച് ഓക്കെ. 2017 മുതൽ 2020 മുതൽ 5 മുതൽ 2025 നമ്മുടെ ഫാമിലിയിൽ ഒരാളുകൾ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം സന്തോഷത്തിലാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാവരോടും ഷാജിഖാന്റെ ഒരു വലിയ നന്ദിയായിരിക്കും. താങ്ക് യു. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്നെ കാണുന്നതിനേക്കാളും എൻ്റെ ശബ്ദമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പരിചയം അല്ലേ? അപ്പോ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 20 വർഷമായി ആർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയിട്ട് 12 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി ബ്രാൻഡുകളുടെ വളർച്ച ഏറ്റവും അടുത്ത് നിന്ന് കാണാനും ഒത്തിരി വലിയ സംരംഭകരുമായിട്ട് അടുക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ രാവിലെ നടന്ന പ്രസ് മീറ്റിൽ പറയായിരുന്നു, ഈ സിനിമയിലെ കഥാപാത്രങ്ങളും ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ, ഇപ്പോൾ
ടൊവിനോ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ, ഒരു ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹത്തിന്റെ മിന്നൽ മുരളി എന്ന് പറയുന്ന കഥാപാത്രം ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. ആ മിന്നൽ മുരളിയോടുള്ള ഇഷ്ടമാണ് നമുക്ക് ആ സിനിമയോടുള്ള ഇഷ്ടം. സേതുമാധവനോടുള്ള ഇഷ്ടമാണ് കിരീടം എന്ന് പറയുന്ന സിനിമയോടുള്ള നമ്മുടെ ഇഷ്ടം. എന്ന് പറയുന്ന പോലെ മഞ്ജു വാര്യരുടെ കന്മദം എന്ന സിനിമ, ഒരു കഥാപാത്രത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്ന് ആ സിനിമയോട് ഇന്നാവും. സോ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ 14 ജില്ലകളിലായി ഓൾമോസ്റ്റ് 140 സ്റ്റോറുകൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മൈജിയോട് മലയാളികളുടെ ഹൃദയത്തിൽ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അല്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ഷാജി സാർ അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ഇത്രയും ആയിരങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇനി ഓണം വരെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന കടകളിൽ 3500 പേർക്ക് കൂടെ ജോലി സാധ്യത കിട്ടുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാരികൾക്ക് ജോലി കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ കാര്യം. പിന്നെ ഷാജി സാർ എന്ന് പറയുന്ന വ്യക്തി ഒത്തിരി പേർക്ക്, പുതിയ സംരംഭകർക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. കാരണം നേരത്തെ പറയുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടുകയാണ്. 250 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഇന്ന് കാണുന്ന ഇത്രയും വലിയ ഒരു മൈജി സാമ്രാജ്യത്തിലേക്ക് ഷാജി സാറ് വളരുമ്പോഴും ഷാജി സാറിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഷാജി സാറ് ഗ്രൗണ്ടഡ് ആണ്. അത് എല്ലാവരുടെയും കൂടെ നമ്മളുടെ എല്ലാവരും, നിങ്ങളെല്ലാവരും ഇതിന്റെ പാർട്ട്നേഴ്സ് ആണ് എന്ന് പറയാൻ, അങ്ങനെ പറയുന്ന ഒരു മനസ്സുണ്ട്. ആ മനസ്സിന്റെ വലിപ്പം തന്നെയാണ് മൈജിയുടെ വലിപ്പം എന്ന് ഞാൻ ഷാജി സാർ മുമ്പിൽ ഇരിക്കുകയാണെങ്കിലും അത് പറയേണ്ട ഒരു ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. പിന്നെ മൈജിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മൈജിയുടെ ടീമാണ്. മൈജിയുടെ ഷാജി സാറിന്റെ ഒപ്പമുള്ള ഒരു ടീം അതൊരു ചെറിയ ടീമല്ല. ഞങ്ങൾ പലപ്പോഴും ആഡ് ഫിലിം എടുക്കാൻ വേണ്ടി പല ബ്രാൻഡിൽ, ഞാനിപ്പോൾ ഏതാണ്ട് 800ഓളം ആഡ് ഫിലിംസ് എടുക്കാൻ എഴുതി സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പല ക്ലയൻസും നമ്മളോട് പറയും ഇങ്ങനെയാണ്, എനിക്ക് നല്ലൊരു പരസ്യം എടുത്തു തരണം, എനിക്കൊരു ഉഗ്രം പരസ്യം ഉണ്ടാക്കി തരണം. വളരെ അപൂർവം ക്ലയൻസ് മാത്രമാണ് എനിക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ക്ലയന്റ് എന്ന് പറയുന്നത് ഒരു ആഡ് ഫിലിം മേക്കർക്ക് വലിയ സഹായമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ആഡ് നന്നായിട്ടുണ്ടെങ്കിൽ, നന്നാവുമെങ്കിൽ അതിന്റെ സമ്പൂർണ്ണ ക്രെഡിറ്റ് ഇരിക്കുന്നത് ഇവരെന്നെ ബ്രീഫ് ചെയ്ത രീതിയാണ്. അത്ര മനോഹരമായിട്ടാണ് ഇവർ ബ്രീഫ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സ്വാഭാവികമായിട്ടും പിന്നെ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് ഭംഗിയായിട്ട് എടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഒരു നിങ്ങൾ എനിക്ക് ചാർത്തി തന്നിരിക്കുന്ന ഒരു പട്ടം എന്ന് പറയുന്നത് ഫീൽ ഗുഡ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീൽ ഗുഡ് ഡയറക്ടർ ഒരു മാസ് സംഗതി എടുക്കുമ്പോൾ അത് മാസ്സായിരിക്കണം. അപ്പൊ അതിന്റെ പാട്ടിന്റെ സപ്പോർട്ടും ക്യാമറ സപ്പോർട്ടും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒപ്പം തന്നെ ഇവിടെ ഞാൻ വിട്ടുപോകാതെ പറയേണ്ട ഒരു പേരാണ് മൈത്രി അഡ്വർടൈസിംഗ് ഏജൻസിയുടെ പേര്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ അഡ്വർടൈസിംഗ് ഏജൻസികളിൽ ഒന്നാണ്. അവിടുത്തെ അജീഷും അജിത്തേട്ടനും ആൻഡോയൊക്കെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായ സ്ക്രിപ്റ്റും പിന്നെ മൈത്രിയുടെ ഫുൾ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു ഈ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരിക്കലും അതൊരു ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് അല്ല, നമ്മുടെ എല്ലാവരുടെയാണ്, മൈത്രിയുടെയാണ്, മൈജി ടീമിന്റെയാണ്, ഒക്കെയാണ്. പിന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ആഡിന് ആദ്യമായിട്ട് പാട്ടുണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ജയഹരിയെ സമീപിച്ചു. ജയഹരി മ്യൂസിക് ഡയറക്ടറാണ്. നിങ്ങൾക്കറിയാം, അതിരൻ എന്ന് പറയുന്ന സിനിമയിലെ പവിഴ മഴയെ എന്ന് പറയുന്ന സുന്ദരമായ ഗാനം പറഞ്ഞാൽ പെട്ടെന്ന്. അപ്പൊ ജയഹരിയോട് പറഞ്ഞു മൈജിക്ക് വേണ്ടി ഒരു ഭയങ്കര ഓളമുള്ള ഒരു ട്യൂൺ ഉണ്ടാക്കണം. അങ്ങനെ ജയഹരി ചെയ്ത ആദ്യത്തെ ട്യൂൺ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന് ഞാൻ വരികൾ എഴുതി. അങ്ങനെ അമൽ പാടി. അമൽ നിങ്ങൾക്കറിയാം, അമൽ സി അജിത്ത് മനോഹരമായിട്ടത് പാടി. പിന്നെ ഇത് ഇന്നിപ്പോ ഇവിടെ കാണിച്ച ഈ പരസ്യം കൂടാതെ 22 ആഡ് ഫിലിംസ് വേറെ ഉണ്ട്. അതിന്റെ എല്ലാം മ്യൂസിക് ചെയ്തിരിക്കുന്ന അലോഷിയാണ്. പിന്നെ ഈ നിൽക്കുന്ന ഫർഹാൻ എന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. വേറെയും അസോസിയേറ്റ്സ് ഉണ്ട്. ടെൻസി അസോസിയേറ്റ് ഡയറക്ടറാണ്. പിന്നെ അതുപോലെ ലിജി പ്രേമന് നിങ്ങൾ വലിയൊരു കൈയടി കൊടുക്കണം. കാരണം ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന ഫുൾ കോസ്റ്റ്യൂംസ്, ഈ ആഡിന്റെ കോസ്റ്റ്യൂമും പിന്നെ ഇനി കാണാൻ പോകുന്ന ആഡ്സിന്റെ എല്ലാ കോസ്റ്റ്യൂംസ്, ഇന്ന് രാവിലെ വന്ന ഒത്തിരി പ്രസ്സുകാരുടെ അടുത്ത് കോസ്റ്റ്യൂംസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നതായിരുന്നു. ഭയങ്കര രസമുള്ള കോസ്റ്റ്യൂംസ് ആണ്. അപ്പൊ ലിജി ഒത്തിരി ബാംഗ്ലൂര് നടന്ന് അലഞ്ഞ് ഒക്കെ കണ്ടുപിടിച്ച കോസ്റ്റ്യൂംസ് ആണ് ഈ ആഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മഹേഷ് രാജ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ക്യാമറമാൻ വരാനുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റ് അപർണ വരാനുണ്ട്. എന്തായാലും അവരെല്ലാവരും പോകുന്നതിന് മുമ്പ് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഒരുപാട് സന്തോഷം. മൈജി ഓണം മാസാക്കില്ലേ? ആകൂലേ? മതി, അത് കേട്ടാ മതി. മൈക്ക് കൈമാറുന്നതിന് മുമ്പായിട്ട് ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നും ഈ ശബ്ദം ആരിലൂടെയാണ് നമ്മൾ കാണുന്നതെന്ന് പറയാം. എനിക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. അല്ലു അർജുൻ ഇന്ന് നമ്മുടെ മൈജി ഒരു മാസോണത്തിന് വരികയാണെങ്കിൽ എന്തായിരിക്കും അല്ലു അർജുൻ മലയാളത്തിൽ മൈജിയെ പറ്റി പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കേട്ടാലോ? ചേട്ടന്റെ ശബ്ദത്തിൽ തന്നെ. അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. ഞാൻ സ്ഥിരം പറയാറുള്ള ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് നമുക്കൊന്ന് മാറ്റി പറയാം അല്ലെ? ചെറുതായിട്ടൊന്ന് മാറ്റാം. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ്, വെസ്റ്റ്
എല്ലായിടത്തും മൈജി ഉണ്ടടാ. മൈജി ഫ്ലവർ അല്ലടാ, ഫയർ അടാ. Thank you so much, ചേട്ടാ. Okay, ദിൽഷ വളരെ 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 ഗംഭീരമായിട്ട് മഞ്ജു ചേച്ചിയോടൊപ്പം തന്നെ ആ ഒരു എനർജി, ഷീസ് ഓൾറെഡി ആ ഡാൻസർ, ആ ഒരു ഡാൻസിന്റെ ഫുൾ എൻതൂസിയാസം, ഒരു പാഷനും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ദിൽഷ എങ്ങനെയുണ്ടായിരുന്നു? ജിഷേട്ടനോട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണോ? മൈജിയുടെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ? ടെൽ us all about your experience with this ad. Good evening everyone. ഇന്നിങ്ങനെ ഒരു ലോഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ എല്ലാവരെയും കാണാൻ വേണ്ടി പറ്റി. ആൻഡ് ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് താങ്ക്സ് പറയാനുള്ള ജിസ് ചേട്ടൻ്റെ അടുത്താണ്. ജിസ് ചേട്ടൻ ആദ്യം കോൾ ചെയ്തപ്പോൾ തന്നെ ദിൽഷ ഇങ്ങനെ ഒരു ആഡ് ഉണ്ട്, ദിൽഷ റംസാനും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിച്ചത് മഞ്ജു ചേച്ചി ടോവിനോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് ചേട്ടാ ഡാൻസ് മാത്രമാണോ, ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് ആണോ എന്ന്. അപ്പൊ ചേട്ടൻ ചോദിച്ചു ബാക്ക്ഗ്രൗണ്ട് ഡാൻസിന് എങ്ങനെ വിളിക്കുന്നവർക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അത്യാവശ്യം നന്നായിട്ട് ചെയ്യാനുള്ള ഒരു ആഡാണ് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓക്കെ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ഞാൻ വരും എന്നുള്ളത്. അതായത് റംസാനും അത് തന്നെയായിരുന്നു പറഞ്ഞത്, എന്തായാലും നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ സെറ്റിലെത്തിയ ടൈമിലും എല്ലാവരും ഭയങ്കര ഒരു ഫാമിലി പോലെയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് എല്ലാവരും മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിസ് ചേട്ടനോടെ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ഫീൽ എനിക്കും ഉണ്ടായിരുന്നില്ല, റംസാനും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരുടെയും കൂടെ. ആൻഡ് ഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പം മൈജിയിലെ ഒരു ഫാമിലി മെമ്പർ ആവാൻ വേണ്ടി പറ്റി എനിക്കും റംസൂനും. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിലെനിക്ക് അവസരം ഒരുക്കി തന്നത് ജിസേട്ടനാണ്. താങ്ക് യു സോ മച്ച്. ഇനി മൈജിയുടെ അടുത്ത ഓണം ഷൂട്ടിനും ഞങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേസ് എല്ലാവർക്കും നമസ്കാരം. മൈജി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മൈജി ആവുന്നതിന് മുമ്പേ ഉള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അനീഷ് ഭായി ആണ് ഷാജി സാറിൻ്റെ അടുത്തേക്ക്, ഷാജിയുടെ അടുത്തേക്ക് നമ്മൾ എന്നെ കൊണ്ടുപോകുന്നതും ഇവർ രണ്ടുപേരുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നതും അത്രയും കാലത്തെയാണ്. ആൻഡ് ദ കൈൻഡ് ഓഫ് ഗ്രോത്ത്, എനിക്ക് തോന്നുന്നത് ആ കാലത്ത് മൈജി ഇത്രയും വലിയൊരു ജയന്റ് ആവും എന്നുള്ളത് ചിലപ്പോൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും അത് ഒരു അഹങ്കാരമായി കണ്ടത്. അല്ലെങ്കിൽ അന്നിപ്പോ നമ്മൾ പറയുകയാണ് ഇതൊരു 140 ഷോറൂമുകളുള്ള 140 ഔട്ട്ലെറ്റ് കേരളത്തിൽ മാത്രമുള്ള ഒരു ഹബ്ബായി മാറും എന്നൊക്കെ അന്ന് ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള അത്രയും ലളിതമായ ഒരു സമയത്താണ് മൈജി ആയിട്ട് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ എം വെരി വെരി ഹാപ്പി ഇന്നും മൈജിയോടൊപ്പം യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നതിൽ. ഞാൻ ഒരു പട്ടാമ്പിക്കാരനാണ്. പട്ടാമ്പിയിൽ നിന്നും ഞാനിപ്പോ കൊച്ചിയിലേക്ക് മാറി. മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയപ്പോ അവിടെ വീട്ടിലുള്ള നമ്മൾ പറയില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ ഇലക്ട്രോണിക്സും അത് മുഴുവൻ മൈജിയുടെ എന്നാണ്. ഞാൻ അപ്പൊ പറയായിരുന്നു, ഞാൻ അപ്പോഴാണ് നമ്മൾ ആ ഒരു ട്രാൻസിഷൻ മനസ്സിലാക്കുന്നത്. കാരണം മൈജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നും മൊബൈലിലെ ലീഡറാണ് കേരളത്തിൽ. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ മൈജി ആണ് എന്നുള്ളതാണ്. ഇപ്പൊ ആ പ്രതിച്ഛായ മാറിയിരിക്കുന്നു. കാരണം വീട്ടിലേക്ക് നമുക്ക് ഒരു ഗൃഹപ്രവേശം നടത്തുമ്പോൾ ആ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഇലക്ട്രോണിക്സും വളരെ മനോഹരമായി ഡെലിവർ ചെയ്ത് അതിന്റെ സർവീസിങ് ചെയ്ത് എന്ത് വേണമെന്ന് നമുക്ക് പറഞ്ഞു തന്ന് ഇത്രയും മനോഹരമായിട്ട് സർവീസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന മൈജി ഫ്യൂച്ചർ വരെ എത്തി. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു അസോസിയേറ്റ് വിത്ത് മൈജി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മൈജി ആയിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസ് ഓണത്തിന്റെ സീസണുകളിലും ഞങ്ങളുണ്ട്, ഈ മാസ് ഓണത്തിന്റെ സീസണിലും വന്നു നിൽക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. മൈജി ഇനിയും വളരട്ടെ. ജിസേട്ടനാണ് ഈ ഒരു മാസ് പരിപാടിയായിട്ട് മുന്നോട്ട് വന്നത് എന്നുള്ളതിൽ സന്തോഷം. ജിസേട്ടനായിട്ട് തന്നെ ഞാനൊരു 3-4 ആഡ് ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഗംഭീര പരിപാടിയായിട്ടുണ്ട്. ഇനി കേരളം ഇതങ്ങോട്ട് ഏറ്റെടുത്ത് ആഘോഷിച്ചാൽ മാത്രം മതി. കാരണം എല്ലാവരും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കാത്തിരിപ്പുണ്ട്, മൈജിയുടെ ഓണം ഓഫർ എന്താണ് എന്ന് പറഞ്ഞൊരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പ് ഗംഭീരമാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ തവണ ഇങ്ങനെ അക്കം കൂടിക്കൊണ്ടിരിക്കുകയാണോ. കഴിഞ്ഞ തവണ 15 കോടി ഉണ്ടായിരുന്നു, ഇത്തവണ 25 കോടിയൊക്കെ. ഇതിങ്ങനെ മൈജി അതിന്റെ സ്കെയില് വേറെ തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസ് എന്നുള്ള അതിന്റെ പേര് റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വൺസ് അഗെയിൻ ഈ ഒരു വളർച്ച ഇനിയും ഗംഭീരമാവട്ടെ. കാരണം 15 കോടി എന്നുള്ളത് 25 കോടിയാക്കിയ മൈജിക്ക് 140 എന്നുള്ളത് 240 ഷോറൂം ഒന്നും ആക്കാൻ അധികം സമയമൊന്നും വേണ്ട. അത് ആവട്ടെ. ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഇലക്ട്രോണിക് ഹബ് മാറട്ടെ, ഹോം അപ്ലയൻസ് ഷോപ്പ് ആയിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ എന്നും മൈജിയുടെ കൂടെ ഉണ്ട്.
താങ്ക് യു സോ മച്ച് ജി പിയുടെ കൂടെ ഇനിയിപ്പോൾ മൈജിയുടെ കൂടെയുള്ള യാത്രയിൽ സുന്ദരിയായ ഗോപിക കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാം സുമതി വളമെന്നുള്ള മൂവി ഹിറ്റായിട്ട് കൊടുക്കുന്ന മൂവിയിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം ചെയ്ത ഗോപിക. എങ്ങനെയുണ്ട് മൈജിയുമായിട്ടുള്ള അസോസിയേഷൻ ആണ് നമ്മളുടെ ഏറ്റവും പുതിയ ആഡ്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ പഠിക്കുന്ന കാലത്ത് കോഴിക്കോട് എൻ്റെ വീട് കോഴിക്കോടാണ് ആക്ച്വലി. അപ്പോൾ കോഴിക്കോട് ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ മൈജി ഷോറൂം ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ ഇവിടെ മൈജീന്റെ ലോഞ്ചിൽ ഇവിടെ വന്ന് നിൽക്കുക എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ചേട്ടന് ഷാജിക്കായിട്ട് മുന്നേ പരിചയമുണ്ട്. എനിക്കിപ്പോ കഴിഞ്ഞ ഒരു 1 year ആയിട്ടേ പരിചയമുള്ളൂ. കഴിഞ്ഞ ഓണത്തിനും അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇപ്പൊ ശരിക്കും ഒരു ഫാമിലി പോലെയാണ്. ഇക്കാന്റെ വീട്ടിലും പോയിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലും മിക്ക വന്നിട്ടുണ്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ എല്ലാം ഹോം അപ്ലയൻസും മൈജിയുടെ ആണ്. സോ മൈജി ഇത്രയും വലിയൊരു ബ്രാൻഡിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. ശരിക്കും മൈജി മാസ് തന്നെയാണ്. സോ എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനയും ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. നമസ്കാരം. അല്ല, ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് 2 സന്തോഷമാണ്. ഇന്ന് എൻ്റെ ഒരു മോളിലെ എൻഗേജ്മെന്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ ഓടിയെത്തുന്നത്. അപ്പം ഈ മൈജിയുമായുള്ള ഒരു ആത്മബന്ധമാണ് അതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എല്ലാവരും കുടുംബമായിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് തൊടുവഴിയിൽ നിന്ന് ഓടി വരുന്നത് ഈ ആത്മബന്ധമാണ് എന്നതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഞാൻ വന്ന് കയറുമ്പോൾ ഞാൻ അനീഷിന്റെ അടുത്ത് ചോദിച്ചല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിങ്ങളെയും കാണുന്നു, എന്നെ നിങ്ങളും കാണുന്നു, ഇത്രയും ആളുകളോ? അപ്പം അനീഷ് പറഞ്ഞു ഇതല്ല, കേരളത്തിൽ മൈജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. പക്ഷെ നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. അതോടൊപ്പം തന്നെ മൈജിയോടൊപ്പമുള്ള ഈ യാത്ര, ഞാൻ വർഷങ്ങളായി ഷാജിക്കായുമായുള്ള ബന്ധം, അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം എടുത്തു തുടങ്ങിയതാണ്. അന്ന് ഞാൻ കേട്ടത് 250 സ്ക്വയർ ഫീറ്റിൽ നിന്ന് തുടങ്ങി അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ 30 വർഷം കഴിയുമ്പോൾ എത്രയാണ് ഷോറൂം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആ അഭിമുഖം എടുത്തു നോക്കിയാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ആകുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷം. ഇപ്പൊ പറഞ്ഞതുപോലെ ഈ മൊബൈലിൽ നോക്കി ഞാൻ ഇന്ന് എന്നെ മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എയറിൽ നിൽക്കുകയാണ്, വലിയ വിവാദ വാർത്തയുമായിട്ട് എയറിൽ നിൽക്കുകയാണ്. അതിന് താഴെ ഇറങ്ങാൻ വേണ്ടി ഇവിടെ വന്ന മൈജിയുടെ അടുത്തേക്ക് വന്നത്, അതും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഒത്തിരി സന്തോഷം ഈ വേദിയിൽ നിൽക്കാനും ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനും. രാവിലെ എനിക്ക് വരാൻ പറ്റിയില്ല, സാധാരണ മീഡിയയോടൊപ്പം വരേണ്ട ഒരാളായിരുന്നു. പ്രസ് മീറ്റ് പങ്കെടുത്തില്ല. ഞാൻ പറഞ്ഞ എൻ്റെ മോളിലൊരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിയെത്തിയാണ്. ഇത് തന്നെയാണ് ഷാജിക്ക. ഒത്തിരി സന്തോഷം. അനീഷ്, ഒത്തിരി സന്തോഷം. മൈജിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒത്തിരി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, പിന്നെ ഷാജിക്ക വരുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത് നേരിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാജിക്ക വരുമ്പോൾ നീ എഴുന്നേറ്റ് ബഹുമാനിക്കോന്ന് കേട്ടു. അവൻ പറഞ്ഞ് ഇല്ല. അവൻ പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ട് തിരുത്തിയോട് എന്തെന്ന് വെച്ചാൽ ബഹുമാനിക്കണം. ബിക്കോസ് എത്രയോ പേർക്ക് അന്നം കൊടുക്കുന്ന ഒരാളാണ്. ആ ആളെ നീ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ആരെ നീ ബഹുമാനിക്കുന്നത്? അപ്പോ അത്രത്തോളം നിങ്ങളെ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ജോലി കൊടുക്കുന്നുണ്ട്, അന്നം കൊടുക്കുന്നുണ്ട്. ഇനിയും ഈ ഒരു മൈജി വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കാസർഗോഡ് ഇവിടെ വന്നതിന് വളരെ സന്തോഷം. എൻ്റെ പേര് സജിൻ എന്നാണ്, സ്വദേശം പാലക്കാടാണ്. ഞാൻ ഇപ്പോൾ ഓരോ വർഷത്തെയും ഷാജിക്ക പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഓരോ വർഷത്തെയും മൈജിയുടെ ഗ്രോത്തും വളർച്ചയും എല്ലാം പറഞ്ഞിരുന്നു. ഒരു 5 വർഷത്തിന് ശേഷം എന്താണ് മൈജിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം? ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു റീറ്റെയിൽ ടെക് ബ്രാൻഡ് ആക്കാമെന്നതാണ്. ഇപ്പൊ 2030 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഞാനൊരു പ്രസ് മീറ്റ് നടത്തി. 2030 ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും മൈജിയുടെ പ്രസൻസ് ഉണ്ടാകുന്നതാണ്. അതൊരു ഡ്രീമാണ്. ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നതാണ്. അപ്പൊ അതിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ യാത്ര നടപ്പിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് 25,000 ക്രോസ്, ഏകദേശം 10-30,000 പേർക്ക് ജോലി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യയിലും അതേപോലെ കേരളത്തിലും ഓൺ ബ്രാൻഡായ നമ്മുടെ ജീരോ ബാറ്ററി അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വലിയ വലിയ പ്ലാനുകളുണ്ട്. ഞങ്ങൾ കണ്ണൂർ ഇരട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ടീം കോഡ് എന്ന പേരിൽ ആണ് നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മള് കഴിഞ്ഞ ഒരു 2-3 വർഷമായി എല്ലാ ഓണത്തിനും എല്ലാ സീസണിലും നമുക്ക് സ്ഥിരമായി
മൈജിയുടെ ആഡുകൾ കിട്ടാറുണ്ട്. ഈ വർഷവും ഉണ്ടാകുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. നമ്മൾ അഭിഷേകമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വളരെ സപ്പോർട്ടീവുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്ത ആഡിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇപ്പൊ സാറ് നേരത്തെ പ്രചോദിച്ച പോലെ അടുത്ത ഒരു 30 വർഷത്തിന് ശേഷം സാറിന്റെ ഒരു എങ്ങനെയാവും വൈജിക്ക് വെച്ച പോലെ നമ്മുടെ ഒരു അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഒരു വൈജിയുടെ പ്രധാന പരസ്യത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പരസ്യം ചെയ്യുക എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം മൈജിയുടെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മൈജിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഷാദിക ഒറ്റയ്ക്കോ നമ്മുടെ ടീം ഒറ്റയ്ക്കാണ്, നമ്മളൊരു ടീം വർക്കാണ്. അതിന്റെ ഭാഗമായിട്ട് അതിൽ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഗ്രോത്ത് നമുക്ക് എടുത്തു പറയാൻ പറ്റും. സൗത്ത് ഇന്ത്യയിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി വേറെ ഉണ്ടോയെന്ന് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 2800 കോടിയിൽ നിന്ന് 4000 കോടിയിലേക്ക്, 4000 കോടിയിൽ നിന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് 5000 ഗോൾഡ് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആവട്ടെ, എന്നും മൈജി നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം നേരത്തെ GP ഒക്കെ പറഞ്ഞില്ല, 2 വർഷങ്ങൾക്ക് മുമ്പ് മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്താണ്. മൈജിയുടെ വളർച്ചയിൽ വന്ന ഒരാളെ ഇവൻ എൻ്റെ സ്വാമിക്ക് പോലും ഞാൻ നേരിട്ട് ഞാനായിട്ട് അസോസിയേറ്റ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടുണ്ട്. ആ ഒരു ബന്ധം ഇപ്പോഴും ഷാജിക്കാൻ നൽകി. എനിക്ക് ഒരുപാട് പേഴ്സണൽ അവിടെ കണ്ടുപിടിക്കുന്ന ആളാണ്. എന്റെ പേര് ഗോപികൃഷ്ണ. കഴിഞ്ഞ 3 വർഷമായിട്ട് മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ. സ്ലോ മോഷൻ പോലെ. അപ്പോൾ ഞാൻ 3 വർഷമായിട്ട് മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ ഒരു ടെക് ക്രിയേറ്ററാണ്. നമ്മൾ കോഴിക്കോട് വെച്ച് കണ്ടിട്ടുണ്ട്, എല്ലാ പരിപാടികളും നമ്മൾ കാണാറുണ്ട്. പേഴ്സണൽ പരിചയമില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പേഴ്സണലി ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ ഇത്രയും വലിയൊരു ബിസിനസ് ഇത്രയും വർഷമായിട്ട് ഇത്രയും മാസമായിട്ട് നടത്തിക്കൊണ്ട് വരുന്നു. അപ്പോ റിസ്ക് എന്നൊരു ഫാക്ടർ ലൈഫിൽ എങ്ങനെ നോക്കിക്കാണും? എങ്ങനെയാണ് റിസ്കിനെ നേരിടുന്നത്? എൻ്റെ തുടക്കകാലത്ത് റിസ്ക് ഒരുപാട് എടുത്തിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാവരും റിസ്ക് എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് റിസ്കിനോടൊപ്പം തന്നെ ധൈര്യം കാണിച്ചിട്ടുള്ളതാണ്. ഒരു ബിസിനസ്സിൽ ഒരു എന്റർപ്രണേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ധൈര്യമാണ്. കാരണം 2017 ഞാൻ മൈജി ഫ്യൂച്ചർ ആക്കി പൊറ്റമ്മൽ സ്റ്റോർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോഴിക്കോട്. അപ്പൊ അന്നത്തെ ഇതില് സൗത്ത് ഇന്ത്യയിലോ ഇന്ത്യയിലോ ഒരു ഡിജിറ്റൽ സ്റ്റോർ ഇത്രയും വലിയൊരു സ്റ്റോർ ആരും ഓപ്പൺ ചെയ്തിട്ടില്ല. ആ സമയത്തുള്ള റെന്റും അതിന്റെ കാൽക്കുലേഷനൊക്കെ ഭയങ്കര റിസ്കി ഫാക്ടറാണ്. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവരും എന്നോട് തുടങ്ങരുതെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ കാണിച്ച പല സമയങ്ങളിൽ ഞാൻ കാണിച്ച ധൈര്യം എന്നെ വേറൊരു റേഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൈജിയുടെ പരസ്യം പോലെ. അപ്പൊ റിസ്ക് എടുത്താലേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. അതുപോലെ കേരളത്തിന് പുറത്ത് ഇപ്പൊ തുടങ്ങാൻ പോകുന്ന കേട്ടു, എവിടെയാണ് അത്? എന്താണത്? ഇപ്പൊ റീസെന്റ് വരാൻ പോകുന്നത് നമ്മുടെ കർണാടക ഡിസ്ട്രിക്ട്, കർണാടക സ്റ്റേറ്റ് ആണ്. കർണാടക സ്റ്റേറ്റ് തന്നെ മാംഗ്ലൂർ, ഉടുപ്പി, കൂർഗ്. അത് മാസമായിട്ടാണല്ലേ ഒറ്റയടിക്ക്? എൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട് അടുത്ത വർഷം 2 സ്റ്റോർ കർണാടക തുടങ്ങണം. ചെറുതല്ലല്ലോ, വലുതല്ലേ. വിജയത്തിന്റെ ഒരു പിന്നിൽ തന്നെ എൻ്റെ ടീമാണ്. എൻ്റെ ടീമിനെ ഞാൻ ഒരിക്കലും എൻ്റെ ജോലിക്കാരല്ല, എൻ്റെ റിയൽ പാർട്ട്നേഴ്സ് ആണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. മൈജിയുടെ വളർച്ചയിൽ ഞാൻ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയത്. 4 പേര് വെച്ചിട്ട് വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും തുടങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ ആദ്യമായി വലിയ അങ്ങനെയല്ല. ഞാനൊരു 10 ഷോറൂമിൽ നിന്നാണ് ശരിക്കും ഞാൻ സ്വപ്നം കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ഗോൾ, എൻ്റെ ഒരു ഡ്രീം ഒക്കെ സെറ്റ് ചെയ്തത് ഒരു 10 ഷോറൂമാണ്. 10 ഷോറൂമിൽ നിന്നാണ് ഞാൻ 100 ഷോറൂം. എൻ്റെ പല ഇന്റർവ്യൂസിൽ എനിക്ക് തോന്നുന്നു പുള്ളിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു 100 ഷോറൂം കേരളത്തിൽ തുടങ്ങാം, ഒരു 700 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനി ആക്കുക. എൻ്റെ ബാബിജിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം. അങ്ങനെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റി. 700-ൽ നിന്നും ഒരുപാട് മാറി 7000-ലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 100-ൽ നിന്ന് മാറി 140-ൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറി 250, 300, 500 ആവട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കാം. ഷാജിക, പ്രമോദാണ് തൊടുപുഴ. തൊടുപുഴ ഞാൻ വന്ന എൻ്റെ സ്റ്റോർ കണ്ടിട്ടില്ല. ഞാൻ കാണാത്ത 10 സ്റ്റോർ ഉണ്ട്. സ്റ്റോറാണ് തൊടുപുഴ ഉദ്ഘാടനത്തിന് വന്നില്ലായിരുന്നു. അപ്പോ ഞാൻ ഈ മൈജി എന്ന പേര് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത്, അങ്ങനെ ഒരു പേരിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറയണം. അതുപോലെ തന്നെ ഇത്രയും നാളത്തെ ഒരു ബിസിനസ് എക്സ്പീരിയൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു നിമിഷവും എന്നാൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു വിഷയം പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നന്നായിരിക്കും.
2006 തുടങ്ങുന്ന സമയത്ത് യാദൃശ്യമായിട്ടാണ് 3G എന്ന് പറഞ്ഞ പേരിട്ടത്. വലിയൊരു പ്ലാൻ ഒന്നുമല്ല അതിന് സ്റ്റോർ തുടങ്ങാൻ. കേരളത്തിൽ അന്ന് ആ സമയത്ത് ഒരു മൾട്ടി ബ്രാൻഡഡ് AC ഷോറൂം ഇല്ലായിരുന്നു. ഇപ്പൊ AC ഷോറൂം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ ചിരിക്കും, പക്ഷെ ആ സമയത്ത് ഒരു AC ഷോറൂം ഇല്ലായിരുന്നു. എനിക്ക് ഇതിന്റെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ പണ്ട് ദുബായിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു. ഒരു ദേര എന്ന് പറഞ്ഞ മാർക്കറ്റിലായിരുന്നു. അപ്പൊ അവിടെ ഇതിന്റെ ഒരു ഹബ്ബാണ്, മൊബൈലിന്റെ ഒരു ഹബ്ബാണ്. അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ, ഒരു തോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങി. 3G കഴിഞ്ഞു. അപ്പം അന്ന് 3G സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2000 3G നെറ്റ്വർക്ക് വന്നിട്ടില്ല. അതിനുശേഷമാണ് 2Gയും 3Gയും ഒക്കെ വരുന്നത്. 3G വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. പെട്ടെന്ന് തന്നെ എനിക്ക് 10-30 സ്റ്റോർ 3G ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിനുശേഷം നല്ല പോലെ റിസർച്ച് ചെയ്തിട്ടാണ് MyG എന്ന് പറഞ്ഞ പേരിട്ടത്. അത് യാദൃശ്ചികമായിട്ടല്ല, നല്ല റിസർച്ച് ചെയ്തിട്ടാണ് MyG വേണം, എത്ര ലെറ്റേഴ്സ് വേണം, അതിന് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഹാപ്പിനെസ്, ഇപ്പോൾ ഏറ്റവും വലിയ ഹാപ്പിനെസ് നിങ്ങളെ കൂടെ നിൽക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാ 20 കിലോമീറ്ററിനൊപ്പം MyG സ്റ്റോർ ഉണ്ട്. എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ എല്ലാ മുനിസിപ്പാലിറ്റിയിലും സ്റ്റോർ ഉണ്ട്. അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെതായ കുറെ പോസിറ്റീവുകളുണ്ട്. പക്ഷെ എല്ലാം പറഞ്ഞ കേരളത്തില് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തെളിയിച്ച ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? താങ്ക് യു. സിംപ്ലാൻഡ് ചോദ്യം ചോദിക്കുന്നത്, ഇപ്പൊ കഴിഞ്ഞ 20 വർഷം കൊണ്ട് പലവിധ മൊബൈൽ കമ്പനികളുടേതായിട്ട് ഒരു 10,000-ലധികം മൊബൈലുകൾ സെല് ചെയ്തിട്ടുണ്ടാവും, മോഡലുകൾ. അപ്പൊ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ് ചോദിക്കുന്നത്, ഇതിൽ ആൻഡ്രോയിഡ് ആണോ iOS ആണോ ഇഷ്ടപ്പെട്ടത്? പഠിപ്പിക്കുന്ന ചോദ്യമാണ്. ആൻഡ്രോയിഡ് ഞാൻ നയിക്കുന്ന iOS ഞാൻ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിനെപ്പറ്റിയുള്ള ഫീഡ്ബാക്ക് ലാസ്റ്റ് ഞാൻ ന്യൂയോർക്ക് പോയിരുന്നു. ഫുൾ 7 ലോഞ്ച് ഇന്ത്യയിൽ എനിക്ക് 4 പേർക്ക് അതിന് അഡ്മിഷൻ കിട്ടി. അപ്പം 2 ഫോൺ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഫീഡ്ബാക്ക് കമ്പനി അറിയിക്കാറുണ്ട്. രണ്ടും നല്ല ഫോണാണ്, അല്ലേ? നിങ്ങൾ വളരെ തുറന്നു പറയുന്ന ആൾക്കാരാണ്. എനിക്ക് എത്രത്തോളം അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ എടുത്തിട്ട് വേറെ രീതിയിലാക്കണം. കേരളം എന്ന് പറയുന്നത് ഈ സോഷ്യൽ ബിസിനസ്സിൽ വളരെ ഫ്രണ്ട്ലി ആണോ? ഇടയ്ക്ക് വേറൊരു പ്രധാനപ്പെട്ട ഒരു കമ്പനി പുറം സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ കമ്പനി. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചർച്ചകളുണ്ട്. സാറിനെ സംബന്ധിച്ച് കേരളം ഈ സോഷ്യൽ ബിസിനസ്സിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. ഞാനിപ്പോ എനിക്ക് നിലവിൽ കേരളത്തിൽ മാത്രമേ ചോദിച്ചു. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഈ വർഷം എനിക്ക് തോന്നുന്നത് 350 crores ഇൻവെസ്റ്റ് ചെയ്യുന്ന കേരളത്തിൽ. അപ്പൊ അത്രത്തോളം സാധ്യതകളുണ്ട്. നമ്മളൊരു മൊബൈൽസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വിൽക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ കാലഘട്ടം. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വേൾഡിലുള്ളത് ഏറ്റവും ആദ്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ഇപ്പൊ എല്ലാവരും എന്താ പറയാ, ക്രിയേറ്ററാക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ്. ഞാൻ ജീവിക്കുന്നില്ല, പക്ഷെ അതിന്റെ വേറെ തരത്തിൽ ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്റെ കസ്റ്റമർ ക്രിയേറ്ററാക്കാനുണ്ട്. ടെക്നോളജി പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ രീതിയിലുള്ള വ്യവസായം വരാൻ ഒരു സാധ്യത എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതെടുത്തിലേക്ക് പോകണ്ട. അപ്പൊ ഈ ടെക്നോളജി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെ? നമ്മുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് യൂത്താണ്. അപ്പൊ യൂത്തിന്റെ ബ്രെയിനാണ്. പ്രത്യേകിച്ച് ആ ഒരു സാധനം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടാണ് നമ്മളെല്ലാം ഇന്നിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പവറില് അതിന്റെ ടെക്നോളജി ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അത് മെട്രോ സിറ്റികളിൽ മാത്രമല്ല, അവരെ എല്ലാ ഏരിയയിലും അവരെ ഡെവലപ്പ് ചെയ്തിട്ട് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യമാണ്. പ്രൊഡക്റ്റ് വിൽക്കുക, അതിൽ നിന്ന് ലാഭം കിട്ടുന്നതിനപ്പുറം അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് ആക്കുക. ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഗൾഫിലും സൗദിയിലൊക്കെ പോയാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകാൻ സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. അതൊക്കെ മാറി വരികയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ വ്യവസായം ഇല്ലാത്തത് ടെക്നോളജി കൊണ്ട് എങ്ങനെ എത്തിക്കുക, ആ ടെക്നോളജി ഏറ്റവും ലേറ്റസ്റ്റ് അവരിലേക്ക് എങ്ങനെ എത്തിക്കുക, അതാണ് ഞാൻ ആലോചിക്കുന്നത്. താങ്ക് യു. ഞാൻ ഈ പറഞ്ഞ കുറെ പരസ്യങ്ങളൊക്കെ ശരിക്കും കണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ക്രിയേറ്റീവ് വെച്ചാൽ എനിക്കും ഈ ക്വാളിറ്റി കോണ്ടാക്ട്സും ഈ പറഞ്ഞ മേക്കിംഗ് സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് ഓണർ എന്ന് വെച്ചിട്ട് ലൈക്ക് ഒരു പരസ്യത്തിനെ കുറിച്ച് ഒരു ഐഡിയ കാണുമല്ലോ. ആ ഒരു ഐഡിയ ഇപ്പൊ ചെയ്ത പരസ്യമാണേലും മുന്നേ ചെയ്ത പരസ്യങ്ങളാണേലും ഭയങ്കര ക്വാളിറ്റിയാണ് ഉള്ളത്. അപ്പൊ ആ സോങ്ങിന്റെ കാര്യത്തിലാണേലും ആ ഒരു ഐഡിയ സ്വന്തമായിട്ടാണോ ക്യൂറേറ്റ് ചെയ്തെടുക്കുന്നത്, അതോ ടീമായിട്ടാണോ ഷാജിക്കയുടെ തലയാണോ വർക്ക് ചെയ്തിരിക്കുന്നത്? അതിനകത്ത്
ഒരു ടീം വർക്ക് തന്നെയാണ്. അതിപ്പം ജിസ്റ്റിനോട് നമ്മൾ പറഞ്ഞിരുന്നു, കാരണം നമ്മൾ എല്ലാ മാസവും ഡിഫറെന്റ് ഫെസ്റ്റിവൽ ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രാൻഡാണ്. അപ്പം ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ വരുന്നതിന് മുമ്പ്, ഇപ്പം പ്രത്യേകിച്ച് കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ ഞാൻ വരുന്നതിന് മുമ്പിൽ അങ്ങനെ തന്നെ പറയാം. കാരണം ഓണമാണ് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ആഘോഷം. ആ ആഘോഷം മാറി ഇപ്പം എനിക്ക് തോന്നുന്ന എല്ലാ മാസവും നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടാവും. അതെ, ഡിഫറെന്റ് ഫെസ്റ്റിവൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓരോ മാസം ലാഭമഴ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ നിൽക്കണം ഓണം എന്ന് പറയുന്നത്, അതിന്റെ മുകളിൽ നിൽക്കണം ഓഫേഴ്സ്. അപ്പൊ നമ്മൾ കൺസ്യൂമറിനോട് പറയുന്ന സാധനം അതൊരു മാസമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലിനെ നമ്മൾ ആ പൊസിഷൻ ചെയ്തു, നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമറിനെ ആ രീതിയിലേക്ക് പൊസിഷൻ. അപ്പൊ എല്ലാ ലെവലിലും അതാണ് ഈ ഓഫർ. എനിക്കൊന്ന് കേരളത്തിൽ ഇന്ന് വരെ 25 കോടി, ശരിക്കും പറഞ്ഞാല് ഞാൻ കോഴിക്കോട് കഴിഞ്ഞ പ്രാവശ്യം നറുക്കെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 15 കോടിയല്ല കൊടുത്തത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ശരിയാണെങ്കിൽ 55 കോടിയുടെ മുകളിൽ ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 55 കോടി ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ കൺസ്യൂമർ ചിലപ്പോൾ വിശ്വസിച്ചോളുന്നില്ല. ഇപ്പൊ ഞാൻ ജിസിനോട് പറഞ്ഞത് അവിടെ ഇരുന്നിട്ട് ഏകദേശം ഈ വർഷം കൊടുക്കാൻ പോകുന്നത് അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ്. അതെ അതെ, ഞെട്ടിച്ചു. അതല്ല, ഇതിന്റെ പ്രോമോ ഇറക്കുന്ന ടൈം ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ടോവിനോ. ആ ഒരു സംഭവം എക്സൈറ്റഡ് ആയിരുന്നു, എന്താണ് പരിപാടി വരുന്നതെന്നുള്ള സംഭവം. കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അതെ അതെ, അടിപൊളിയായിരുന്നു സംഭവം. ശരി, വേണം. അതെ. 1.5 വർഷക്കാലം മൈജി എന്നുള്ള ബ്രാൻഡുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ 1.5 വർഷം മുമ്പൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇങ്ങനെ അത്രയും ഒരു ഞാൻ 2019-18 തൊട്ട് തുടങ്ങിയതാണ്. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ ആ സമയം തൊട്ട് കോണ്ടന്റ് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ റീലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ബ്രാൻഡിങ് പരിപാടിയും പിന്നെ ഷോർട്ട് ഫിലിംസ്, സിനിമ, അങ്ങനെയൊക്കെയാണ് എന്റെ ഇത് പോകുന്നത്. എങ്ങനെയുണ്ട് 1.5 വർഷമായിട്ട് മൈജി പോലൊരു ബ്രാൻഡ് നമ്മളുടെ പേജിൽ മൈജിയുടെ കൊളാബ് ഒക്കെ കിട്ടുമ്പോൾ വാട്ട് യു ഫീൽ? ഈ ഒരു 1.5 വർഷത്തെ ജേർണി ചുരുക്കം കുറച്ച് വാക്കുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൈജി ബ്രാൻഡിനെ പറ്റി. ഞാനിപ്പോ സാധനം വാങ്ങിക്കുന്നതിന് മൈജി എന്നാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ ഇൻഫ്ലുവൻസർ ടേൺ കൺസ്യൂമേഴ്സ് ആണ് അല്ലേ? അതെ അതെ, ഞാനൊന്നും വാങ്ങിക്കാറുള്ളൂ. ഓക്കെ, കൂടെ ഒരാളും കൂടെ ഉണ്ടോ അതോ ഫ്രണ്ട് ആണ്? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. സോ ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് മൈജിയായിട്ട് ഒരുപാട് നല്ല നല്ല കോണ്ടന്റ്, നല്ല റീൽസ്, മൈജിയെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ ഓഡിയൻസിലേക്ക് എത്തുന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും. സോ ടെൽ മീ അബൌട്ട് നിങ്ങളുടെ മൈജിയായിട്ടുള്ള അസോസിയേഷൻ, നിങ്ങളുടെ വ്യൂവേഴ്സ്, നിങ്ങളുടെ ഫോളോവേഴ്സ് എന്ത് പറയുന്നതിനെ പറ്റിയൊക്കെ അറിയാൻ. Good evening, ladies and gentlemen. It's an honor to be here with all these beautiful and handsome guys. മൈജിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 4 years, റൈറ്റ്? 4 വർഷമായി. 4 വർഷത്തിനിടയ്ക്ക് എത്ര പ്രൊമോഷൻ ചെയ്തത് എനിക്കറിയില്ല. ബട്ട് ആസ് എ വെൽ നോൺ ബ്രാൻഡ് ഇൻ അവർ പ്ലേസ്, മൈജിന്റെ കൂടെ ഇത്രയും കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഗാഡ്ജറ്റ്സിന്റെയും ഇലക്ട്രോണിക്സിന്റെയും കാര്യത്തിൽ വരുമ്പം എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു പേര് തന്നെയാണ് മൈജി. ബിക്കോസ് അവരുടെ ഓഫേഴ്സും അവരുടെ ഒരു സർവീസും കളക്ഷൻസും ഒക്കെ വരുമ്പോഴത്തേക്കും വേറൊരു ഓപ്ഷൻസ് നമ്മൾ തേടാറില്ല. പിന്നെ ഇപ്പൊ കണ്ണൂരിൽ പുതിയ മൈജിന്റെ ഫ്യൂച്ചർ ഷോറൂമോ അത് വലിയൊരു മൈജി ഷോറൂമാണ് വന്നിരിക്കുന്നത്. കണ്ണൂർക്കാർക്ക് ഒരു ഭയങ്കര ഒരു അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു കാര്യമാണ്. Let's hear it from this beautiful lady beside me. ഇനി 2025 നമ്മളുടെ സീസൺ 3യുടെ മൈജി ഓണം മാസമാണ്. നമ്മൾ ഇന്ന് മഞ്ജു ചേച്ചി ടോവിനോ ഒക്കെ വന്ന് റിലീസ് ചെയ്തു. എന്താണ് ഇനി ഞങ്ങൾക്ക് തരാൻ പോകുന്ന പുതിയ റീലിന്റെ കോണ്ടന്റ്? എന്താണ് റീലിന്റെ കോണ്ടന്റ്? മെയിൻ ആയിട്ട് നമ്മൾ കപ്പിൾ കോണ്ടന്റ് തന്നെയാണ്. പിന്നെ മൈജിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ ഹൗസ് വാമിംഗ് ഒക്കെ വരാൻ പോവാണ്. അപ്പൊ എന്തായാലും ഷോപ്പിംഗ് അവിടെ തന്നെ ആയിരിക്കും. നമ്മളെല്ലാ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസിന്റെ ഷോപ്പിംഗ് എല്ലാം അവിടെ തന്നെ ആയിരിക്കും. ബിക്കോസ് ഓഫ് ദെയർ സർവീസ്, മെയിൻ ആയിട്ട് ഹോസ്പിറ്റാലിറ്റി ആണ് മൈജിക്കാരുടെ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അവരോട് ഫോളോവേഴ്സ് എന്ത് പറയുന്നു നിങ്ങളുടെ ഈ ഒരു മൈജിയുടെ നമ്മുടെ റീൽസ് കാണുമ്പോൾ? വാട്ട് ഈസ് യുവർ ഫോളോവേഴ്സ് ആസ്ക് യു? എനിക്ക് നമ്മളുടെ മാത്രമല്ല എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെ കണ്ടന്റ് കണ്ടിട്ട് ആൾക്കാർ വ്യൂവേഴ്സ് ഇൻഫ്ലുവൻസ് ആയി അവിടെ പോയി ഷോപ്പിംഗ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവരുടെ നിന്ന് പോസിറ്റീവ് റിവ്യൂസ് ആണ് നമ്മളിലൂടെ മൈജിന്റെ ഓഫേഴ്സ് അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. സോ ഈ വർഷത്തെ ഓഫേഴ്സും
നിങ്ങളിലൂടെ തന്നെ നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തുന്ന പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15 കോടിയിൽ നിന്നും we have jumped to 25 കോടിയുടെ സമ്മാനങ്ങളാണ് ഈ ഒരു സീസൺ 3 ഓണത്തിൽ നമ്മൾ നൽകുന്നത്. സോ വീണ്ടും മൈജിയെ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ രണ്ടുപേരും. And now moving on to another vibrant influencer looking absolutely gorgeous on stage. So tell us about your experience with MyG. ഹലോ എവ്രിവൺ. എനിക്ക് ആക്ച്വലി സ്റ്റേജിൽ സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. സാറില്ല, ക്യാമറ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. നമ്മുടെ സ്വന്തം ഫോണിൽ എടുക്കുന്ന പോലെ അല്ലല്ലോ. എല്ലാവരുടെ കയ്യിൽ ഫോണിൽ എല്ലാവരും എടുക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഈ ഒരു ഇവന്റിന് വിളിച്ചതിന്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ടിക്ടോക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഫസ്റ്റ് മൈജി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യണത്. ആ ഒരു സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോസ് ഒക്കെ ഇത്രയും ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടെന്നും അത്രയും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്നുള്ളതൊക്കെ. ഇപ്പോൾ അവിടുന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ഹാവിങ്. സന്തോഷം മൊത്തം ആരും മുഖത്തുണ്ട്. Well, thank you so much guys. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.